ഇന്ത്യയിലെ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ ഇടയിൽ 7 തവണ കണ്ടിന്യൂസ് ആയിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ക്രെഡിറ്റ് നിർമ്മല സീതാരാമന് ലഭിക്കുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് നമ്മുടെ ടെലിവിഷനിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ നേട്ടങ്ങൾ, കോട്ടങ്ങളെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സാധാരണ മനുഷ്യർക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെ എന്നെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അടിസ്ഥാന വികസന സൗകര്യത്തിന് 11,11,111 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇത് ഒക്കെ ജനങ്ങളെ സംബന്ധിച്ച് ഇത് ഏത് മേഖലയിലേക്കാണ് ഇത് പോകുന്നത് എന്നതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, റോഡ് വികസനം, പോർട്ടിൻ്റെ വികസനമായിട്ടും വിമാനത്താവളങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് അവരുടെ ഒരു കാര്യങ്ങൾക്ക് ഈ ഒരു ബജറ്റ് ഉതകുന്നതാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഇത്രയധികം രൂപ ബജറ്റിൽ നീക്കി വെക്കുമ്പോൾ അതിൻ്റെ ഗുണമാണോ ദോഷമാണോ എന്നൊന്നും സാധാരണപ്പെട്ട വ്യക്തികൾക്കൊന്നും അറിയില്ല. രാജ്യത്തിൻ്റെ വികസനത്തിനാണോ ഈ ഇത്രയും പണം ഇറക്കുന്നത് എന്നൊക്കെ സാമാന്യമായിട്ടുള്ള ഒരു ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണകളൊന്നും ഉണ്ടാവില്ല. കാർഷിക മേഖലയ്ക്ക് 1,52,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ വികസനത്തിന് 2,26,000 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നഗര ഭവന വികസനത്തിന് 10 ലക്ഷം കോടി, പ്രതിരോധത്തിന് 6,21,000 കോടി. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട വലിയ വലിയ എമൗണ്ടുകൾ വിലയിരുത്തുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 29 സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ കേരളം ചോദിച്ചിട്ടുള്ളത് 25,000 കോടി രൂപയാണ്. അത്ര കോടി രൂപ എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുകയാണെങ്കിൽ രാജ്യം തന്നെ വലിയ ഒരു തകർച്ചയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ കേരളം അപേക്ഷിച്ചിട്ടുള്ളത് 25,000 കോടി രൂപ. അത് സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കേരളം ഒരു വ്യക്തമായ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടില്ല. ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ട് ഈ പദ്ധതിക്ക് ഇത്ര രൂപ തരണം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അവർ ആകെയുള്ള പദ്ധതി കേരളയിലാണ്. കേരളയിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗം എതിർക്കുന്ന ഒരു നില ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രവും ആ പദ്ധതിയെ തള്ളിക്കളിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കേരളത്തിലെ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയാണ്. വിഴിഞ്ഞമാണ് അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അവർ തന്നെ വേണ്ട രീതിയിൽ നിക്ഷേപമൊക്കെ അവിടേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടേക്ക് കേന്ദ്രം ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അദാനിയെ സഹായിക്കുന്നു എന്നുള്ള ഒരു വലിയ വാർത്ത വന്നിട്ട് അത് കേന്ദ്രത്തിനെതിരെ തിരിയുമെന്നുള്ള ഒരു വാർത്തയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്കും കാര്യമായ ഫണ്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ, ആന്ധ്ര, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് നൽകിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP താങ്ങി നിർത്തുന്നതിൽ വലിയ പങ്കുവച്ച സംസ്ഥാനങ്ങളാണ് ബീഹാർ, ഒഡീഷ, ആന്ധ്ര. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബേസിലാണ് അവർക്ക് അത്ര ഫണ്ട് നൽകിയിട്ടുള്ളത്. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് BJPയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് സഹായം ലഭിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടിങ് ഒക്കെ നടന്നിട്ടുള്ളത്. പിന്നെ യുവാക്കൾക്ക് തൊഴിൽ സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. യുവാക്കളുടെ തൊഴിലും ചെയ്യുന്ന ഒരു മേഖലയിൽ പല പല രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ കമ്പനികൾക്ക് നൽകാനുള്ള ഒരു രീതിയൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് പല കമ്പനികളും അപ്രൻറ്റീസായിട്ട് 3 കൊല്ലത്തേക്ക്, 6 മാസത്തേക്ക്, 2 കൊല്ലത്തേക്ക് എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ അപ്രൻറ്റീസ് സമയത്തേക്ക് അവർ വെറും 2,000 രൂപയാണ് കൊടുക്കുക. ഈ 2,000 രൂപ ഇന്നത്തെ കാലയളവിൽ ഒന്നിനും കഴിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു തൊഴിലിറങ്ങുന്ന വ്യക്തി കുറച്ച് 6 മാസമൊക്കെ തൊഴിൽ ചെയ്തിട്ട് ആ തൊഴിൽ ഉപേക്ഷിച്ച് പോരും. കാരണം ഭീമമായ ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് പറയുന്നത് അപ്രൻറ്റീസ് ആയി കഴിഞ്ഞാൽ 5,000 രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറയുന്നത്. തൊഴിലുടമയ്ക്ക് യാതൊരു റോളും ഇല്ല. 5,000 രൂപ ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ഒരു ചെലവ് നികന്നു പോകാം. ഇപ്പോൾ 1 വർഷമാണ് അപ്രൻറ്റീസ് എങ്കിൽ
ഈ കമ്പനിയുടെ കാര്യങ്ങൾ പഠിക്കുക, ടെക്നിക്കലായുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇതിലേക്കൊക്കെ ഈ ഒരു 5000 രൂപ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് തൻ്റെ ചിലവുകളിലേക്ക് നടന്നു പോകാൻ വലിയൊരു ഗുണമായിട്ട് മാറുന്നുണ്ട്. അതൊരു വലിയൊരു മാറ്റമായിട്ട് വരുന്നുണ്ട്. പിന്നീട് പറയുന്നത്, ഒരു വ്യക്തി ഒരു പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ അവിടെ പരമാവധി 5000 രൂപ മുതൽ 15000 രൂപ വരെ ഒരു മാസത്തെ ശമ്പളം കേന്ദ്ര സർക്കാർ നൽകാമെന്നുള്ള ഒരു ഓഫറും ഈ ഒരു ബജറ്റിൽ വന്നിട്ടുണ്ട്. അതും ഒരു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തൊഴിലിനിറങ്ങുമ്പോൾ ഒരുപാട് എക്സ്പെൻസുകൾ ഫസ്റ്റത്തെ മാസത്തിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ ഒരു സ്ഥലം മാറ്റം, മറ്റുള്ളൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റൂം റെന്റ് പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഈ ഒരു ഫസ്റ്റത്തെ മാസത്തിൽ ഒരു സാലറി മിനിമം ഒരു 15000 രൂപ വരെ കിട്ടുകയാണെങ്കിൽ ഒരു വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും അത്. പിന്നെ കമ്പനികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ EPF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് സാധാരണഗതിയിൽ ഇപ്പോൾ കൊടുക്കുന്നത് തൊഴിലുടമ പകുതിയും പിന്നെ തൊഴിലാളി പകുതിയും ചേർത്താണ് EPFിലേക്ക് കടന്ന് ഫണ്ട് നൽകുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഫണ്ടിങ് വരാൻ പോവുകയാണ്. അതും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. മാസം മാസം EPF. ഇനി അവൻ ആ തൊഴിൽ വിട്ട് പോരുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അവർക്ക് അത് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഈ ഫണ്ട് ടേക്ക് ഓവറായിട്ട് ആ ഒരു തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അതിൽ ഏകദേശം ഒരു 3000 രൂപയോളം തൊഴിലാളിക്ക് കിട്ടേണ്ട ഒരു സംഖ്യയാണ്. പിന്നെ ഏഞ്ചൽ ടാക്സ് എന്ന് നിർത്തലാക്കിയിരിക്കുകയാണ്. ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികൾ, അതായത് രജിസ്റ്റർ ഒന്നും ചെയ്യാതെ ഒരു അങ്ങനെ ഒരു 6 മാസം 1 വർഷമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു വരുന്ന കമ്പനികൾ, അവർ ഫസ്റ്റ് തന്നെ ടാക്സ് അടച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ ഏഞ്ചൽ ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഒരു വലിയ ഒരു നിലനിൽപ്പ് തന്നെ നല്ല ഒരു ഗുണമായിട്ട് മാറുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ്. സ്ത്രീകളുടെ ആസ്തി അഥവാ അവർ വാങ്ങുന്ന സ്വത്തുക്കളിലൊക്കെ നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണിതെന്ന് നമുക്ക് പറയുന്നുണ്ട്. കാര്യമായിട്ട് വലിയ ദോഷങ്ങളില്ല ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത്, ആദായ നികുതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇളവുകളൊന്നും ഈ ഒരു ബഡ്ജറ്റ് കൊടുക്കുന്നില്ല. ആദായ നികുതിയിൽ 5%, 10%, 20%, 30% എന്നിങ്ങനെയാണ് ടാക്സ് വരുമാനം കൊടുക്കേണ്ടത്. ഇതിൽ ഇപ്പോൾ പറയാൻ പറ്റുന്നത് 3 ലക്ഷം മുതൽ 3 ലക്ഷം വരെ സൗജന്യമാണ്. 3 മുതൽ 7 ലക്ഷം വരെ 5% ടാക്സ് കൊടുക്കണം. ഈ ഒരു വകയിൽ 17000 മുതൽ 25000 രൂപ വരെ നികുതി ഇളവ് ഒരു വർഷം ലഭിക്കാൻ ഇടയുണ്ട്. നമ്മുടെ രാജ്യത്ത് 50000 രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് ടാക്സിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നുള്ളത് ഒരുപാട് വികസിത രാജ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള രീതിയിലൊന്നും ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഇത് TDS എന്ന് പറഞ്ഞ ടാക്സിംഗ് സംവിധാനത്തിൽ ചെറിയ ഇളവുകളൊക്കെ വന്നിട്ടുണ്ട്. TDS എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ചെലവിലേക്കായിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ നമ്മൾ ഒരു സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 1%, 2% ടാക്സ് ഗവൺമെൻറ്റിൽ മാസാമാസം അടയ്ക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇത് ഇനി മുതൽ വർഷത്തിൽ അടച്ചാൽ മതി, അതിന് ഫൈനില്ല എന്നുള്ള ഒരു വസ്തുത വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നികുതി ഒഴിവാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് വന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആയിട്ടില്ല. സാധാരണഗതിയിൽ നമ്മളൊരു വ്യക്തി ഒരു 10 lakh സാലറി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 3 ലക്ഷം വരെ നമുക്ക് ടാക്സ് നിന്ന് ഒഴിവാകും. ബാക്കിയുള്ള 7 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണം. പക്ഷെ നമ്മളിത് ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. പിന്നീട് പ്രധാനമായിട്ട് പറയുന്നത് സ്വർണ്ണമാണ്. സ്വർണം 15% ടാക്സ് ഉണ്ടായിരുന്നത് 5%മായി. ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2200 രൂപ ഈ മേലിൽ കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ 5000 രൂപ വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല വ്യക്തികൾക്കും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിൽ നഷ്ടമുണ്ടാവോ അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു നിയമം
ഈ ബഡ്ജറ്റിലെ ഈ ഒരു കുറവ് ഇവിടെ വന്നത്. ഇനി ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിലൊക്കെ ഡോളറിനെ ദുർബലപ്പെടുത്തുകയും സ്വർണത്തിന് വില കയറാനൊക്കെ സാധ്യത കൂടുതലായിരിക്കുകയാണ്. കുറച്ചു കാലം വില കുറഞ്ഞ് വീണ്ടും വില കൂടുന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സ്വർണത്തിന് ഈ വില കുറച്ചിൽ എല്ലാം ഉണ്ടെങ്കിലും പണിക്കൂലിയിൽ വലിയ രീതിയിലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പണിക്കൂലി ഈ സ്വർണ്ണവിലയ്ക്ക് പുറമെ 5% മുതൽ 8% വലിയ രീതിയിൽ ശതമാനങ്ങൾ കൂട്ടി വാങ്ങുന്ന പല ജ്വല്ലറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം സ്വർണ്ണവില ഈ കുറഞ്ഞിരിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ 56,000 മുകളിൽ സ്വർണ്ണവില നൽകേണ്ട ആണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കാരണം അതെല്ലാം ഈ ഒരു പണിക്കൂലി കൊണ്ട് വരുന്നതാണ്. ഈ പണിക്കൂലി ഒരു ഏകീകൃത പണിക്കൂലിയായിട്ട് കേന്ദ്ര സർക്കാർ നിയമങ്ങളൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവർക്കും ഒരു തുല്യത സമൂഹത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് നമ്മുടെ സ്വർണ്ണക്കടത്ത് വിഷയവുമായിട്ട് ഈ ഒരു ബഡ്ജറ്റ് എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ന് ഇപ്പോൾ 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെയൊക്കെ ലാഭം കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വർണം കടത്തുകയാണെങ്കിൽ. എന്നാൽ അത് അതിൻ്റെ പകുതിയിലേറെ കുറഞ്ഞു എന്നുള്ളതാണ്. ഇത് സ്വർണ്ണക്കടത്ത് കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്വർണ്ണക്കടത്തിനേക്കാൾ അപ്പുറം കണക്കിൽപ്പെടാത്ത ഒരു വരുമാനം സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നുള്ള ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാവർക്കും ഈ ഒരു പ്രവണത മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കുത്തക മുതലാളിമാരും എല്ലാം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു നികുതി വെട്ടിപ്പ് തന്നെയാണ് കാര്യമായിട്ട്. ഇതിന് ഗവൺമെന്റിന് ഇത്ര കാലമായിട്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ കണക്കിൽപ്പെടാത്ത സ്വർണം കടത്തുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു മാർഗമായിട്ട്. ഇവിടെ നികുതി ഇവർക്ക് യാതൊരു പ്രശ്നമല്ല. കാരണം പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്വർണ്ണക്കടത്തിന്റെ മെയിൻ പ്രശ്നം കണക്കിൽപ്പെടാത്ത സ്വത്തിനെ നിലനിർത്തുക എന്ന ലക്ഷ്യമാണ്. പിന്നീട് നമ്മുടെ ജനങ്ങളുടെയൊക്കെ പറയുന്നത് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ഇപ്പോൾ 10 മുതൽ 12% സ്റ്റാമ്പ് ഡ്യൂട്ടി. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കാരണം നമ്മുടെ ഭൂമി വില കുറച്ച് കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി പൂർണ്ണമായി ഒഴിവാക്കുക, അല്ലെങ്കിൽ 1%, 2% ഒക്കെ ആക്കുകയാണെങ്കിൽ യഥാർത്ഥ വില തന്നെ കൊടുത്ത് ജനങ്ങൾ ഈ ഒരു ഭൂമി ഇടപാടിൽ കൈകാര്യം ചെയ്യുമെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഈ ബഡ്ജറ്റ് ഏറെക്കുറെ നല്ല രീതിയിലാണെന്ന് പറയാൻ പറ്റുന്നുണ്ട്.